ഉണ്ടോ ബിന്ദു? പിന്നെ ചെക്കനെ കിട്ടിയാൽ ചെക്കനൊരു പെണ്ണിനെ കിട്ടിയാൽ പിന്നെ സദ്യയല്ല എന്ത് വേണേണ്ട്. ഷൈനി മിഞ്ചി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. വെക്കാൻ ബിന്ദു ചേച്ചി, എവിടെ വേണമെങ്കിലും വെക്കാൻ വിൽപ്പാട്ടാണോ? അതിൻ്റെ ഇതൊക്കെ ഒന്ന് പറയുമോ? ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാ അറിയാം? പട്ടാമ്പിക്കാരൻ സിറാജ് ഖാ എന്ന് പറയുന്നുണ്ട്. ഫുഡീസ് ലൈക്ക് പറയുന്നുണ്ട്. എനിക്ക് ഗമയോ ഒരിക്കലുമില്ല ബിന്ദൂസ്ന്ന്. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. മിഞ്ചിയമ്മ ഷൈനിക്കുട്ടി എന്ന് പറയുന്നുണ്ട്. കമ്മത്തൻ കമ്മത്ത്, യെസ് കമ്മത്തൻ. ദോശ നല്ല ദോശ തിന്നാൻ ആശ. അപ്പം കമ്മത്തിൻ്റെ കടയാണ് നമ്മളെ സന്ധ്യേൻ്റെ കിച്ചൺ കണ്ടാൽ അതുപോലെ തോന്നുക. ശിവേട്ടൻ മിഞ്ചി അമ്മയെ നമസ്കാരം. കമ്മത്തൻ കമ്മത്ത് എന്ന സിനിമയിലാണ് ബിന്ദു പാടിയ ഗാനം ദോശപ്പാട്ട്. ആ പ്രവാസി കണ്ടുവന്ന കിനാവിലെ അമ്മേ, ഇത് ഒരു ദേശീയ ഗാനം പോലെയായി ലൈവിലുള്ള. അതന്നെയല്ലേ തൂമഞ്ഞിനല്ലേ? നോക്കട്ടെ. ഫുള്ള് സ്വർണ്ണമാനുകൾ ഞാനിന്നേകനായി. ബാക്കിയുള്ളതുണ്ടോ? ബാക്കിയുണ്ടോ? എന്നാ സിറാജ് കേട്ടിട്ട് ഉറങ്ങിക്കോ. എന്നാ ഇന്നൊരു ഫ്രൂട്ടും എടുത്ത് കഴിച്ചോ. ഇത് കാക്ക ഫ്രൂട്ട് പറയും, കാക്ക ഫ്രൂട്ട്. ഇത് ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്. വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല, പക്ഷെ നല്ല വിലയുണ്ട്. അപ്പം റെഡി, 1 2 3. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, തേനൂറും സ്വാന്തനമായി ആലോലം കാറ്റ്, സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളേ. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, തേനൂറും സ്വാന്തനമായി ആലോലം കാറ്റ്, പൂത്തു നിന്ന കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ ആരാമ പന്തലിൽ വീണുപോയെന്നോ. മധുരമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളിയുമില്ലാതെ ഞാനിന്നേകനായി എന്തിനും മുന്നിൽ കണ്ടു. അതടുത്തതാലേ. കണ്ടുവന്ന കിനാവിലെ കുങ്കുമപ്പൂമൊട്ടുകൾ തൊരാഞ്ഞി പൂവിരൽ തൊട്ടുപോയെന്നോ. കളഭമില്ലാതെ മാനസഗീതമില്ലാതെ വർണ്ണമീനുകളും ഊഞ്ഞാൽ പൂവുമില്ലാതെ ഞാനിന്നേകനായി എന്തിനും മുന്നിൽ വന്നു. എനിക്ക് ഫുള്ള് ഇതിൻ്റെ ലിറിക്സ് കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണേ. അപ്പോൾ ക്ഷമിക്കണം, അത്രേ അറിയുള്ളൂ. ഇന്ന് പിന്നെ സൗണ്ടിനൊരു കരകരപ്പ് വന്നിട്ടുണ്ട്. വർത്താനം ഇങ്ങനെ പറയുമ്പം തന്നെ ഒച്ച അടയുന്നുണ്ട്. അപ്പം ചോന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാവരും എന്നോട് ക്ഷമിക്കണം, പറയുന്നത് എന്തൊക്കെയോ പാടി. സാസ് മിഞ്ചിമുത്ത് ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട്. ഫുഡീസ് ഞാൻ പോകുന്നു, ബൈ ഓൾ, ഗുഡ് നൈറ്റ്. സന്ധ്യ നാളെ രാവിലെ അടുക്കളയിൽ കയറേണ്ടതല്ലേ. അപ്പോൾ ആ പൂച്ച ആദ്യമേ വന്ന് ഇരിക്കുന്നുണ്ടാവും അവിടെ. സാസ് പ്രവാസി മുത്തേന്ന് വിളിക്കുന്നുണ്ട്. പാവാണ് നമ്മളെ പട്ടാമ്പി, നല്ല സപ്പോർട്ടാട്ടോ. മിഞ്ചീസ് വർമ്മ മോനെ വിളിക്കുന്നുണ്ട്.